കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ടെലിവിഷൻ ചാനലിലെ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം ഇത് ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി. അദ്ദേഹം പറയാണ്, മുഖ്യമന്ത്രിയുടെ നാമനിർദ്ദേശ പത്രികയോടൊപ്പം CMDRFന്റെ വിവരങ്ങൾ ചേർത്തിട്ടില്ലല്ലോ എന്ന് പറയാൻ. ഏത് മലയാളിയും ഞെട്ടിപ്പോവും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് ആണ് എന്നായിരുന്നോ ഇദ്ദേഹം ധരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്? സംസ്ഥാന ഖജനാവിലെ പണം എന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയുടെ പേരിൽ ഒരു ബാങ്കിലുള്ള അക്കൗണ്ട് എന്നാണോ അദ്ദേഹം ധരിച്ചിട്ടുള്ളത്? ഇങ്ങനെയൊക്കെ പറയാമോ? ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഗോൾവാൾക്കറുടെ ചിത്രത്തിന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞായിട്ട് കാണുകയാണ്, അങ്ങനെ ചിത്രത്തിന്റെ മുമ്പിൽ വിളക്ക് കൊളുത്തിയല്ല, കൊളുത്തിയ വിളക്കിന്റെ പുറകിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെ കാര്യം പോട്ടെ, ഇവർക്കോ സാധിച്ചില്ല, ഇവരുടെ വംശപരമ്പരയിൽ പോലും ഒരാൾക്ക് ഒരു ജേർണലിസ്റ്റ് ആവാൻ സാധ്യതയില്ല എന്ന തോന്നലാണ് ഇത് കാണുന്ന മനുഷ്യർക്കുണ്ടാവുക. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എത്രമാത്രം ചെറുതായി പോകുന്നു. മാധ്യമ പ്രവർത്തനത്തോട് ജനങ്ങൾക്കുള്ള ആദരവ് എത്രമാത്രം ഇടിഞ്ഞു പോകും. സത്യത്തിൽ ഇവരൊക്കെ മാധ്യമ പ്രവർത്തകരല്ല. മാധ്യമ പ്രവർത്തനത്തിനെതിരായി, മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ് ഇടിച്ചു താഴ്ത്താൻ വേണ്ടി എന്തോ ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണോ എന്ന് പോലും ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അത് അങ്ങനെ സംശയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വന്നേ ഉള്ളൂ. ഏതായാലും അങ്ങനെയുള്ളവർ അധികമില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. നിങ്ങളെ ചോദ്യത്തിലെ ആദ്യ വാക്കിൽ തന്നെ ഒരു തിരുത്തുണ്ട്. അദ്ദേഹം നുണ പറയുന്നു എന്നുള്ളത് ഒരു ആക്ഷേപമല്ല, അതൊരു വസ്തുതയാണ്. അത് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. സാധാരണ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ജനാധിപത്യത്തിലെ ഉയർന്ന ചുമതലകളാണ്. അത്തരം ചുമതലകൾ നിർവഹിക്കുന്നവർ സാധാരണഗതിയിൽ ആദരവർഹിക്കുന്നവരുമാണ്. പക്ഷെ അങ്ങനെ ഒരു ചുമതല വഹിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ് നിത്യവും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നത്? നമുക്ക് അങ്ങനെ പറയാം. ഞാൻ അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? അതൊരു പ്രശ്നമല്ലേ? ഇന്നലെ പറയല്ലേ വയനാട് വീടിന്റെ പണി തുടങ്ങി, നിങ്ങളെല്ലാം കേട്ടതല്ലേ? തുടങ്ങിയോ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അബദ്ധത്തിൽ പോലും ഒരു സത്യം പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നോ എന്ന് സംശയമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കാൻ നവമാധ്യമങ്ങളിൽ ചിലർ ഇങ്ങനെ ഒരു പേജ് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. എനിക്കത് അറിഞ്ഞുകൂടാ ആരാണ് തുടങ്ങിയിട്ടുള്ളതെന്ന്. എനിക്ക് തോന്നുന്നു സത്യാന്വേഷികളായ ഏതെങ്കിലും ചെറുപ്പക്കാരോ അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്നവരോ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അത് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമെങ്കിൽ പറഞ്ഞു തരണം. മറ്റൊന്നിനുമല്ല, അവരെ അഭിനന്ദിക്കാനാണ്. കാരണം സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, അസത്യം തുറന്നു കാണിക്കുക. ഏത് ചുമതലയിൽ ഇരിക്കുന്നവരും നിരന്തരം അസത്യം പറഞ്ഞാൽ അത് തുറന്നു കാണിക്കേണ്ടതാണ് എന്നത് ഈ കാലത്തെ ഒരു സാമൂഹ്യ സേവനമാണ്. പക്ഷേ അതിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താ? അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ആരെങ്കിലും തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അതിനെ പിന്തുണയ്ക്കില്ല. വ്യക്തിപരമായ അധിക്ഷേപമോ വ്യക്തിപരമായി ഇകഴ്ത്തി കാണിക്കാനോ അപവാദ പ്രചരണം നടത്താനോ നമ്മുടെ നാട്ടിൽ ആർക്കും അവകാശമില്ല. അതൊന്നും പിന്തുണയ്ക്കപ്പെടില്ല, എതിർക്കപ്പെടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ പേജിൽ അദ്ദേഹം പറയുന്ന ഈ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും വസ്തുതകളും ജനങ്ങളുടെ മുൻപാകെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോടൊരു മാധ്യമ പ്രവർത്തകയോ മറ്റോ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അതിലൊക്കെ അദ്ദേഹത്തിന് സന്തോഷമാണെന്നാണ് പറഞ്ഞത്. അതെന്റെ PR ആണ്, ഇത് ചെയ്യുന്നത് CPM ആണ് എന്ന് ആരോപിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു PR പ്രവർത്തനമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾക്കിടയിൽ എന്ത് PR ആണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ആസ്വദിക്കുന്നത് പോലെ, അതിനെ സ്വാഗതം ചെയ്യുന്ന പോലെ അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്, നല്ലതാണെന്നാണ് പറഞ്ഞത്. ആ ആളാണ് പിന്നെ ഇതെല്ലാം പരാതി കൊടുത്ത് പൂട്ടിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞതും എന്താണ്? നേരത്തെ പറഞ്ഞ ആ
പട്ടികയിൽ വരുന്ന കാര്യമാണ് ആ പറഞ്ഞതും. ഇത് തന്നെയാണ് കേന്ദ്രത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങൾക്ക് അഹിതമായ, തങ്ങൾ തുറന്നു കാട്ടപ്പെടുന്ന സത്യസന്ധമായ കാര്യങ്ങളെപ്പോലും ഇത്തരത്തിലുള്ള കുറുക്കു വഴിയിലൂടെ അവസാനിപ്പിക്കുക എന്നത് ജനാധിപത്യത്തിന്റെ കണികയില്ലാത്തൊരു കാര്യമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, നിങ്ങൾ പറഞ്ഞ ആളുടെ ആരോപണത്തെ ഞാൻ ഏറ്റെടുക്കുന്നില്ല. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം അദ്ദേഹത്തിന്റെ ആരോപണമാണ്. ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരു നില ഞങ്ങൾ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പരിപാടിയുടെ പ്രശ്നം ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോക്കൂ, അങ്ങനെ ഒരു പരിപാടിയിലേ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പോ സംവാദത്തിന് പോയതാണ് എന്ന് പറയുന്നുണ്ടല്ലോ, സംവാദം ഉദ്ഘാടനം ചെയ്യാൻ പോയതാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴും ഒരു മാധ്യമ പ്രവർത്തക പറയുന്നുണ്ട് അത് സാധാരണമല്ലേ, സംവാദത്തിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നതല്ലേ. ആണോ? RSSന്റെ സംവാദത്തിന് ജനാധിപത്യ പാർട്ടികളുടെ ഏത് നേതാക്കളാണ് സാധാരണഗതിയിൽ പങ്കെടുക്കാറ്? അല്ലെങ്കിൽ ജനാധിപത്യ പാർട്ടികൾ നടത്തുന്ന ഏത് സംവാദത്തിനാണ് RSSന്റെ നേതാക്കളെ ക്ഷണിക്കാറുള്ളത്? നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരല്ലേ. ഇനി അതൊക്കെ പോട്ടെ, കണ്ണൂർ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ CPIM സെമിനാറിലേക്ക് അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന പ്രൊഫസർ KV തോമസ് മാഷെ ക്ഷണിച്ചു. അത് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം? ഒരു 3-4 ലോക യുദ്ധം ഉണ്ടാകുന്ന പോലെയല്ലേ കോൺഗ്രസ് പ്രതികരിച്ചത്? അദ്ദേഹം അനഭിമതനായില്ല. ആ ഒറ്റ പരിപാടിയോടെ കോൺഗ്രസിൽ അദ്ദേഹം അനഭിമതനായി, പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു. സത്യമല്ലേ? അപ്പോ CPIMന്റെ സെമിനാറിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിലപാട് സ്വീകരിക്കുന്നവർ RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ ന്യായം എന്താണ്? അതല്ലേ പറയേണ്ടത്. അപ്പോ അങ്ങനെ RSSന് ഒരു സാധുത നൽകുന്ന പ്രവർത്തനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഞങ്ങൾക്ക് അത്ഭുതമില്ല. കാരണം എന്താണ്? മുൻപ് രാജീവ് ഗാന്ധിയുടെ ദൂതനായി തന്നെ നാഗപ്പൂർ MP ആയിരുന്ന ബൻവാരിലാൽ പുരോഹിത് RSSന്റെ സർസംഘചാലകനെ കണ്ടിട്ടുണ്ട്. അവർക്കിടയിലെ ആശയവിനിമയത്തിന്റെ ഭാഗമായി. എന്നിട്ട് 89-ലെ തെരഞ്ഞെടുപ്പിൽ RSSന്റെ പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പകരമായി ശിലാന്യാസത്തിനുള്ള അനുമതി നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം രാജ്യത്തിന്റെ മുൻപാകെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ്. അപ്പൊ RSSുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് കഴിഞ്ഞ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 60 മുതൽ കേരളത്തിലെ അനുഭവം. അതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അതിന്റെ തുടർച്ചയിലാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, RSS ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യ പ്രസ്താവന നടത്തിയിട്ടുള്ളതല്ലേ. അപ്പൊ അതിലൊന്നും സംശയത്തിന്റെ അംശമില്ല. ഇതെല്ലാം ജനങ്ങളുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, പ്രകടമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പറയാത്തത് കുറെ നമ്മുടെ മുൻപിലുണ്ട് വസ്തുതകളായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു യുവജന സംഘടന DYFI ഒരു നടത്തം, ഒരു അന്വേഷണ നടത്തം സംഘടിപ്പിച്ചതായിട്ട് കണ്ടു ഞാൻ. വീട് തറക്കല്ലിട്ട് വീടില്ല. കുറെ കാലം കഴിയുമ്പോൾ വയനാട്ടിലേക്ക് മാർച്ച് നടത്തേണ്ടി വരും, ഈ യാത്ര നടത്തേണ്ടി വരും. അപ്പൊ പണം പിരിക്കുക, പിരിച്ച ആവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുക, ഇത് കോൺഗ്രസിന്റെ ശൈലിയാണ്. ഇപ്പോൾ KA ദാമോദര മേനോൻ, ലീലാ ദാമോദര മേനോൻ, പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ഒടുവിൽ ശ്രീ K കരുണാകരൻ, ഇവരുടെയൊക്കെ സ്മാരകം പണിയാൻ വേണ്ടി പിരിച്ച പണം എവിടെയെന്ന് കോൺഗ്രസിൽ തന്നെ പല കാലങ്ങളിൽ പല നേതാക്കന്മാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ശ്രീ K കരുണാകരൻ ഈ പട്ടികയിൽ ഒടുവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നേതാവാണ്. അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 തവണ ഫണ്ട് ശേഖരണം നടത്തി. എവിടെയെങ്കിലും സ്മാരകം ഉണ്ടായോ? അപ്പൊ ഇത് പതിവ് രീതിയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒരു ആരോപണവും ഇപ്പോൾ ഉന്നയിക്കുന്നില്ല, ഒരു വിമർശനവും ഉന്നയിക്കുന്നില്ല. പക്ഷെ വയനാട് അങ്ങനെയല്ല. വയനാട്ടിൽ കുറെ കൂടി, വയനാട്ടിലിപ്പോ കൊല്ലപ്പെട്ട മനുഷ്യർ, ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യർ, അത് എത്ര ഹൃദയഭേദകമാണ്. മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കേണ്ടി വരിക, DNA സാമ്പിളുകൾ എടുത്ത് സൂക്ഷിക്കുക, ഭാവിയിൽ അസ്ഥിപഞ്ജരങ്ങൾ എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ ഇതുമായി ഒത്തുനോക്കാൻ. നമുക്കൊന്നും അനുഭവമില്ലാത്ത ഒരു ദുരന്തമല്ലേ അത്? എത്ര വലിയ ദുരന്തമാണ് അത്. പറഞ്ഞ് പണം പിരിക്കുക, മൃതശരീരം വെച്ച് കാശ് പിരിച്ച് ആ പണം തെരഞ്ഞെടുപ്പ് ചെലവിന് ഉപയോഗിച്ചാൽ, ആ പണം
പലരുടെയും പോക്കറ്റിലേക്ക് പോയാൽ അതിൽ മനുഷ്യനെന്ന നിലയിലുള്ള നമ്മുടെയൊക്കെ കേരളീയരുടെ ഒരു അസ്തിത്വമല്ലേ ചോദ്യം ചെയ്യപ്പെടുന്നു? അതാണ് ആരോപണം. ഇത് പറഞ്ഞാൽ മതി, ഞാൻ ഈ ആരോപണം പിൻവലിക്കാം. കൃത്യമായി ഇത്ര തുക പിരിച്ചു കൃത്യമായി പറയണം. അങ്ങനെ പറയാത്തതിന്റെ പിന്നിലൊക്കെ പല കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് പറയണം. അത് ഇന്ന അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ പറയാം. ഈ കൊടുക്കുന്ന പണത്തിൽ വയനാട്ടിൽ മൺമറഞ്ഞു പോയ ദുരന്തത്തിനിരയായ മനുഷ്യരുടെ ചോര പുരണ്ടിട്ടുണ്ട്. ആ കറൻസി ചോര പുരണ്ടിട്ടുണ്ട്. അതാണ് ആ പണം ചിലവഴിക്കപ്പെടുന്നുണ്ട് എന്നത് ഞങ്ങളുടെ ബോധ്യമാണ്. വെറുതെ ബോധ്യം ഉണ്ടാവില്ലല്ലോ. അതെ അതെ, തെരഞ്ഞെടുപ്പിൽ ആ പണം ഉപയോഗിക്കുന്നു എന്നതാണ്. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പണം ചെലവഴിച്ചിട്ടില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞവർക്ക് ഓണം ബമ്പർ ലോട്ടറി അടിച്ചോ എന്നാ പറഞ്ഞാൽ മതി. ഞങ്ങൾ ഈ ചെലവഴിക്കുന്ന പണം ലോട്ടറി അടിച്ചതാണ്. ഈ പണം ഇപ്പൊ വൻതോതിൽ കേരളത്തിൽ പണം ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാവുമോ എന്ന പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ പരസ്യം കൊടുക്കുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അവരുടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ, പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പണം നൽകാം എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കേരളത്തിന് ശീലമില്ലാത്ത കാര്യങ്ങളാണ്, കേരളത്തിന് പരിചിതമല്ലാത്ത രീതികളാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പണക്കൊഴുപ്പിൽ മുക്കിക്കൊല്ലുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയുമാണ്. അത് ഏറെ സമയമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ്. അവിടെ നിന്നെല്ലാം പണം കൊണ്ടുവരുന്നു. ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ഈ പണം കൈകാര്യം ചെയ്യുന്നവരുടെ സാന്നിധ്യവും പലരും വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഇടപെടുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ എവിടെയെല്ലാം ഉണ്ട്, അവര് ഇവിടെ ചിരപരിചിതമല്ലാത്ത മുഖങ്ങൾ ഈ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഉദ്ദേശത്തോടു കൂടി വന്നിട്ടുള്ള ആളുകൾ എവിടേക്കുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വലിയ അറിയപ്പെടുന്ന നേതാക്കന്മാരൊന്നും അല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾക്ക് അറിയാം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, അവർക്ക് തന്നെ ചില വിവരങ്ങളുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് പുറത്തുവിടാനാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം തീർത്തും അപ്രസക്തമാണ് പല കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം, കേരളത്തിൽ പതിറ്റാണ്ടുകളായിട്ട് CPIM നേതൃത്വം കൊടുക്കുന്ന മുന്നണി, LDF, CPIM എന്ന പാർട്ടി ഒക്കെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചു വരുന്ന ഒരു നയമുണ്ട്, ഒരു പ്രഖ്യാപിത നയമുണ്ട്. ഏത് നിറത്തിലുള്ള വർഗീയതയായാലും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് നയം. അത് ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളെപ്പോലുള്ളവർ ചോദിക്കാറുണ്ട്, പറയാറുമുണ്ട്. അപ്പൊ തുടർന്നു പോരുന്നൊരു നയമാണ് ഒന്നാമത്തെ കാരണം. രണ്ട്, CPIMന്റെ ജനറൽ സെക്രട്ടറിയാണ് സംഘടനാപരമായി CPIMന്റെ ഏറ്റവും ഉയർന്ന നേതാവ്. ഈ ചോദ്യത്തോട് തന്നെ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവരുമായി ഒരു നീക്കുപോക്കുമില്ല, ഒരു ധാരണയുമില്ല, ഇത് കെട്ടുകഥ മാത്രമാണ്, അസംബന്ധമാണ്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ മറ്റൊരാൾക്ക് പറയാനാവില്ല. CPIM ഇടതുപക്ഷത്ത് വേറൊരു അഭിപ്രായം അതിലില്ല. മൂന്നാമത്തെ കാരണം, നിങ്ങളിവിടെ ചോദിച്ച സംഘടന അവർ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ നോമിനേഷൻ കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോ പിൻവാങ്ങി എന്ന് കേൾക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പിൻവാങ്ങി. മത്സരരംഗത്തുനിന്ന് പിൻവാങ്ങാനുള്ള കാരണം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ ഉൾപ്പെടെ ആവശ്യത്തിന്റെ ഭാഗമായാണ്, സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വാർത്ത, റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്ത. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം ലീഗിന്റെ നേതൃത്വം അഭ്യർത്ഥിച്ചാൽ
കൊടുത്ത നോമിനേഷൻ മരവിപ്പിച്ച് മത്സര രംഗത്ത് നിന്ന് മാറുന്ന ഒരു കൂട്ടർ, അവർക്ക് നീക്കുപോക്കും ഡീലും ഉണ്ടെങ്കിൽ അത് ആരുമായിട്ടാണ്? ഈ ചോദ്യം ഇവിടെ ഉന്നയിക്കേണ്ട ഒരു ചോദ്യമേ അല്ല. ഈ ചോദ്യം നിങ്ങൾ ഉന്നയിക്കേണ്ട UDF നേതൃത്വത്തോടാണ്. നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം പത്രിക മരവിപ്പിച്ചിരിക്കുന്നു, അപ്പൊ നിങ്ങൾ തമ്മിൽ എന്താണ് നീക്കുപോക്ക്, ഇടപാട്? ഈ ചോദ്യം അവിടെ ചോദിക്കേണ്ട ചോദ്യമല്ലേ? സ്ഥലം മാറി ചോദിച്ചൊരു ചോദ്യമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരാശങ്ക ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു 7-8 മാസം മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് ഞാൻ. ആ സമയത്ത് ഈ ചോദ്യമായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഒരു വാക്കുകൊണ്ടോ അക്ഷരം കൊണ്ടോ ഒരു സംശയം ഉണ്ടാകാത്ത വിധം ഞാനന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇങ്ങനെ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്, ഓരോ മണ്ഡലത്തിലും പോയി ഞങ്ങളെ സ്ഥാനാർത്ഥിയോട് ഇങ്ങനെ ചോദിക്കുന്നത്, അതൊരു അനുചിതമാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എക്കാലത്തും ബാധകമായ നിലപാടാണ്. അത് എപ്പോഴും പറയുന്നതാണ്. അത് എല്ലാ ദിവസവും പറയേണ്ട ഒരു ആവശ്യമില്ല. അഖിലേന്ത്യാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞിരിക്കുന്നു. ഇനി അതൊന്നും പോരെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു നീക്കുപോക്കുമില്ല, ഒരു ധാരണയുമില്ല. ഈ കൂട്ടരെ ഇന്നലകളിൽ എന്ന പോലെ ഇന്നും ഞങ്ങൾ ഉറച്ച നിലപാടിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പോരെ? എല്ലാം ഉണ്ടെന്ന്. അതങ്ങനെയല്ല. ഓരോ ആളും ഓരോ ശൈലിയിലായിരിക്കും സംസാരിക്കുക, അല്ലേ? ഓരോ ശൈലിയിലായിരിക്കും സംസാരിക്കുക. പിന്നെ തീർത്തും അടിസ്ഥാനമില്ലാത്തതും അജണ്ടകളുള്ളതുമായ ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് പലരും പ്രതികരിക്കും. അതിനൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഈ ചോദ്യം ശരിക്കും എന്താ പറയുക, അനുചിതവും അകാലികവും അനാവശ്യവുമായൊരു ചോദ്യമാണ്. എന്തുകൊണ്ട്? ഈ ചോദ്യം ഇവിടെ ചോദിക്കേണ്ട ചോദ്യമല്ല. ഇനി ഞാൻ ഇങ്ങനെ മാത്രമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ പറയും, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് ഒഴിഞ്ഞു മാറി, ഒളിച്ചോടി, മാറിപ്പോയി എന്നൊക്കെ പറയും. അങ്ങനെ പറയാതിരിക്കാൻ നമ്മുടെ എന്താ പറയുക, സമകാലിക കേരളത്തിലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു സവിശേഷ രീതിയോട് ഞാൻ പ്രതികരിച്ചു എന്നേ ഉള്ളൂ. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് അവിടെയാണ്. എല്ലാ ചോദ്യവും ഡീൽ സംബന്ധിച്ച ചോദ്യം, കച്ചവട സംബന്ധിയായ സകല ചോദ്യങ്ങൾക്കും സാങ്കത്യമുള്ള ഒരിടം വലതുപക്ഷമാണ്. അവരാണ് ഇതിന്റെ ആളുകൾ, ഞങ്ങൾ ഇതിന്റെ ആളുകളല്ല. അത്രയേ ഉള്ളൂ.